ജിയോ സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 2-3 വചനങ്ങൾ. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വളരെ പ്രാധാന്യമുള്ള അധ്യായങ്ങളിലൊന്നാണ്. പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്ന സംഭവമാണ് ഇതിൽ പ്രധാനമായി വിവരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പിറവിയിലെ സൗഖ്യമായ കുരുടനായിരുന്ന അവൻ്റെ ജീവിതത്തിൽ സൗഖ്യമായ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത വശങ്ങൾ ഈ അധ്യായത്തിൽ വരച്ചു കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച സുപ്രധാനമായൊരു ചോദ്യമാണ്: ജന്മനാ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? 2, ഇവന്റെ അമ്മയപ്പന്മാരോ? കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി വളരെ അർത്ഥവത്താണ്. ഇവൻ പാപം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനേക്കാൾ ആരെങ്കിലും ഇവനും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. അർത്ഥം അവർ പാപമേ ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥമല്ല, ഇങ്ങനെ പിറക്കത്തക്കവണ്ണം പാപം ചെയ്തിട്ടില്ല. ചില ആളുകൾ ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, ഇല്ലെങ്കിൽ മറ്റാളുകളെയൊക്കെ കാണുമ്പോൾ, മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് മക്കൾ ഇങ്ങനെ ജനിച്ചത് എന്നൊക്കെ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ സാമൂഹ്യ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായി കേരളത്തിലുള്ള വിവിധ ജില്ലകളിലെ സ്പെഷ്യൽ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോകാനിടയായി. പാലക്കാട്ടും തൃശ്ശൂരും ഉള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ, കർണാടകത്തിലുള്ള സ്കൂളുകളിലും ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പേരൻസിൻ്റെ ഒരു മനോഭാവം, വ്യത്യസ്തമായ കഴിവുകളോടുകൂടി ജനിക്കുന്ന സാധാരണമല്ലാത്ത കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനകൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ വേദനകളെക്കുറിച്ച് എപ്പോഴെങ്കിലും ഞാനും നിങ്ങളും ബോധവാന്മാരായിട്ടുണ്ടോ? പിറക്കാൻ പോകുന്ന കുഞ്ഞെങ്കിലും അങ്ങനെ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, ജന്മനാ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ഇടയായ ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ വിഷമം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. എത്രമാത്രം വ്യഥകൾ അവരനുഭവിച്ചു, എത്രമാത്രം വേദനകൾ അവരനുഭവിച്ചു. പക്ഷേ എന്നിട്ടും ശിഷ്യന്മാരുടെ ചോദ്യം, ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം അവനോ അവൻ്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടുണ്ടോ? പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മറുപടി വളരെ അർത്ഥവത്താണ്: ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനാണ്. പ്രിയമുള്ളവരെ, നാം ഏത് മാതാപിതാക്കളിൽ ജനിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമല്ല. നാം എങ്ങനെ ജനിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ്. നമുക്ക് അതിനകത്ത് യാതൊരു ചോയ്സുമില്ല. നമ്മുടേതായ യാതൊരു ചോയ്സുമില്ലാതെ ദൈവം നമ്മളെ നമ്മുടെ മാതാപിതാക്കൾക്ക് ജനിപ്പിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് മക്കളെ നൽകി. അതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നാം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം ദൈവപ്രവൃത്തി എങ്കിൽ വെളിപ്പെടേണ്ടതിനാണ്. നമ്മുടെ മക്കളിലൂടെ, നമ്മിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ്. ചില ആളുകൾ സ്പെഷ്യൽ കുഞ്ഞുങ്ങളുള്ള പേരൻസ് ഉണ്ടായിരിക്കാം. ചില കുഞ്ഞുങ്ങൾ ജന്മനാ രോഗികളായുള്ള മാതാപിതാക്കൾ ഉണ്ടാകാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കുക, ദൈവപ്രവൃത്തി നിങ്ങൾ അവങ്കൽ വെളിവാകുവാൻ ദൈവം അങ്ങനെ ആ കുഞ്ഞിനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ദൈവം കോപമുള്ള ആളല്ല. പിന്നെയോ അതിലൂടെ വലിയൊരു സത്യം ലോകത്തോട് താങ്കൾ പറയുകയാണ്. ഇങ്ങനെ പ്രത്യേകതയുള്ള, ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത, മെൻ്റലി ചലഞ്ചറായുള്ള കുട്ടികളെ നിങ്ങളുടെ കയ്യിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് വരികിൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിലെ മാതാപിതാക്കളെക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ആണെന്നുള്ളത് കൊണ്ടാണ്. കാരണം
ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുവാൻ ദൈവത്തിന് വേറെ ആരെയും കണ്ടില്ല. പിന്നെയോ നിങ്ങളെയാണ് അങ്ങനെയുള്ള കുഞ്ഞിനെ ദൈവം ഏൽപ്പിച്ചത് എന്നുള്ള വലിയ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, അതാണ് ദൈവപ്രവൃത്തി, അതാണ് ദൈവത്തിൻ്റെ കരുതൽ, അതാണ് ദൈവത്തിൻ്റെ ആ പ്രവൃത്തി വെളിവാകണം. ഇങ്ങനെ കുരുടനായി ജനിച്ച ഈ കുഞ്ഞിന്, ഈ ബാലന് ദൈവം സൗഖ്യം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ചില രോഗങ്ങൾക്ക് സൗഖ്യം തന്നില്ലെങ്കിലും ദൈവപ്രവൃത്തി വെളിവാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുകയാണ് എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട ഈ വലിയ കാര്യം നമ്മളൊന്ന് ഓർക്കണം. അവൻ്റെ പേരൻസ്, അവൻ്റെ ക്രിയേഷൻ, അവൻ്റെ ഡിസൈൻ, അവൻ്റെ വർക്കുകൾ, അവനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഐഡിയ, ഇത് മുഴുവൻ ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയിലുള്ളതാണ്. അതുകൊണ്ട് നാം കുറ്റപ്പെടുത്താതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മക്കളെ ശരിയായ നിൽ പരിപാലിക്കുവാനും അവരെ ആത്മീയരായി വളർത്തുവാനും അവർക്കുള്ള ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വേണ്ട പിൻബലം ചെയ്യുവാനും വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിയതുകൊണ്ട് സ്തോത്രം. പിതാവേ, ഈ ദിവസം അങ്ങേക്ക് പ്രസാദമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടോണ്ട് നന്ദി. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.